ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നേന്ത്രക്കായ ഉപയോഗിച്ച് നല്ലൊരു ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ഛനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല നേന്ത്രക്കായ എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച് അതെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് അത് 2 കഷ്ണമായിട്ട് നുറുക്കി ഈ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നുറുക്കി വെച്ച 2 കഷ്ണമായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വറുത്തുപ്പേരിക്ക് നമ്മൾ 4 പീസാക്കിയിട്ട് ഒരു കായ 4 പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ശർക്കര വരട്ടി ശർക്കര ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. എണ്ണ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള ഈ കായ ഇടുക. എന്നിട്ടത് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇളക്കാൻ പാടില്ല. എല്ലാം ഒരുമിച്ചാവുന്ന പോലെ ഒന്ന് ലെവലാക്കുക. തിളച്ച് വരുന്നുണ്ടല്ലോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് ചുക്കും അതുപോലെ തന്നെ ഏലക്കായും പൊടിച്ച് ചേർക്കണം. അപ്പോൾ അതിനുള്ള ചുക്കാണ് ഇവിടെ ഈ വീതനയിൽ ചൂടാവാൻ വേണ്ടി വെച്ചതാണ്. പൊടിക്കുമ്പോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി വെന്ത് കഴിഞ്ഞാൽ കടിച്ചാൽ പൊട്ടുന്ന തരത്തിലാവണ രീതിയിലാവുമ്പോൾ അത് ഊറ്റിയെടുക്കുക. എണ്ണയിൽ നിന്ന് ഊറ്റിയെടുക്കുക. ഒന്ന് ചൂടാറാൻ വെച്ചതാണ്. ഒരു പേപ്പറിൽ ചൂടാറാൻ വേണ്ടി വെച്ചു. അപ്പോഴേക്കും നമുക്ക് ശർക്കര ഉരുക്കുകയാണ് കേട്ടോ. ഇവിടെ ശർക്കര വേറൊരു പാത്രത്തിൽ നന്നായിട്ട് ഉരുക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചതാണ്. ഏലക്കായ പൊടിക്കുമ്പോൾ അതിന് കൂടെ ഇത്തിരി പഞ്ചസാരയും കൂടി കൂട്ടി പൊടിക്കുക. എന്നിട്ടത് കുറേശ്ശെ ഇതിലേക്ക് ഇടട്ടെ. ഒരുമിച്ച് ഒന്നായിട്ട് ഇടാതെ കുറേശ്ശെ ഈ ശർക്കര ഉരുക്കിയതിലേക്ക് ഇടുക. എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കണ്ടോ, ശർക്കര നന്നായിട്ട് കുറുകി വന്നാണ്ടോ. അത് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്, ചൂടാറാൻ വേണ്ടിയിട്ട്. അതൊരു പാത്രത്തിലിട്ട് ശർക്കരയിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അത് ആജിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് കുറേശ്ശെ തട്ടി കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഇളക്കുക. ഇളക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ശർക്കരയിൽ ഇങ്ങനെ കിടന്നത് ഇതാവുമ്പോൾ അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഇളക്കി കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കുക. ആ സമയത്ത് തന്നെ നമുക്കതിലേക്ക് ലേശം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് വേണം ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാൻ. അപ്പോൾ അതവിടെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് തണുക്കാൻ വേണ്ടി വയ്ക്കാൻ പോവാണ്. കുറച്ച് നേരം തണുക്കാൻ വെച്ച് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടെ ഇളക്കണം. കണ്ടോ, അപ്പോഴേക്കും ഇത് കട്ട പോലെ ആയത് കണ്ടില്ലേ. എന്നിട്ടൊന്നുകൂടി നന്നായിട്ട് ഇളക്കുക. അത് ഓരോന്നും വേറിട്ട് നിൽക്കുന്ന രീതിയിലാവണം. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കുക. കുത്തി ഉടച്ച് പൊട്ടിക്കാൻ പാടില്ല. അടിയിൽ കൂടെ നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അതൊരു പേപ്പറിൽ നേരത്തെ ഇട്ടതുപോലെ ഇടുക. ഈ സമയത്ത് ഒട്ടിപ്പിടിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് വേറെടുത്താം. ഇത് നമ്മൾ വറുത്തപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ശർക്കരപ്പേരി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.